ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈദൊക്കെ വരികയാണല്ലോ. അപ്പോൾ നമ്മുടെ കിച്ചണും ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രൊഡക്ട്സുകളൊക്കെ നെസ്റ്റേഷനിൽ നിന്ന് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് പ്രൊഡക്ട്സുകൾ എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബോക്സൊക്കെ എടുത്ത് വെച്ചിട്ട് എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് കൗണ്ടർ ടോപ്പിലേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ നെസ്റ്റേഷ്യ എന്ന ബ്രാൻഡിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി പാക്കിങ്ങിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് തുറന്നുണ്ടാലോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് ഒരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ. ഇതൊരു ബേബി ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത്. ഇതിൽ 1200 ml കപ്പാസിറ്റി വെള്ളം കൊള്ളുന്നതാണ്. നല്ല ഗ്രിപ്പായിട്ടുള്ള സൈഡ് ഹാൻഡിൽ കൂടി വരുന്നുണ്ട് കേട്ടോ. ട്രാവൽ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ ഇത്. ലീക്ക് പ്രൂഫാണ്. അതുപോലെ തന്നെ സിപ്പ് ചെയ്യാനും സ്വിഗ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് പോർഷൻസ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹോട്ട് വാട്ടർ ആയാലും കോൾഡ് വാട്ടർ ആയാലും അതിൻ്റെ ടെമ്പറേച്ചർ കുറേ നേരത്തേക്ക് തന്നെ അങ്ങനെ തന്നെ ഉണ്ടാവും. ഇതിൻ്റെ വേറെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് ബേബി ബ്ലൂ ആണ്. ഇതിൻ്റെ കൂടെ തന്നെ 2 സ്ട്രോസ് കൂടി വരുന്നുണ്ട്. ഒന്ന് പ്ലാസ്റ്റിക്കും പിന്നെ മറ്റേത് സ്റ്റീലും ആണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ സ്ട്രോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രഷ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് അവരുടെ സൈറ്റിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഐറ്റം കാണാം. ഇത് ഒരു സെറാമിക്കിൻ്റെ കുക്കിംഗ് പോട്ടാണ്. 1700 ml ആണ് കേട്ടോ ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ലിഡോട് കൂടി തന്നെയാണ് പോട്ട് വരുന്നത്. ഇത് നമുക്ക് ഒരുപോലെ തന്നെ കുക്ക് ചെയ്യാനും സെർവ് ചെയ്യാനും പറ്റിയിട്ടുള്ള നല്ലൊരു പോട്ടാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ലിഡിൽ സ്റ്റീം വെന്റ് വരുന്നുണ്ട്. അതായത് ആവി പുറത്തേക്ക് പോകാനായിട്ട് നൽകിയിരിക്കുന്ന ഒരു ചെറിയ ഹോൾ കൂടി വരുന്നുണ്ട് കേട്ടോ. സെറാമിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് ചൂട് കുറേ നേരത്തേക്ക് അങ്ങനെ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ 100% ടോക്സിൻ ഫ്രീ ആയതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ഫുഡ് കുക്ക് ചെയ്തെടുക്കാനും പറ്റും. അതുപോലെ സ്റ്റൗ ടോപ്പിലും മൈക്രോവേവിലൊക്കെ ഇതൊക്കെ നല്ല സ്യൂട്ടായിട്ടുള്ള നല്ലൊരു കുക്കിംഗ് പോട്ട് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ സേമിയ പായസം റെഡിയാക്കി എടുക്കുകയാണ്. പോട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് സേമിയ ഒന്ന് വറുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സേമിയ വറുത്തതിന് ശേഷം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പാലൊന്ന് തിളച്ച് ആ സേമിയ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് കാണാം. ഇതൊരു സെറ്റ് ഓഫ് 4 ഗ്ലാസ് സ്റ്റോറേജ് ജാർസ് ആണ്. മെറ്റൽ കവറോട് കൂടിയിട്ടാണ് വരുന്നത്. 600 ml ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ക്ലിയർ ഗ്ലാസ് ബോഡിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലിഡ് മെറ്റലാണ് വരുന്നത്. ഇതിൻ്റെ ലിഡ് എയർ ടൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് സാധനങ്ങൾ ഇട്ടാലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. ഇത് ടീ, കോഫി, ഷുഗർ, സ്നാക്സ് അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ജാർസാണ്. ഇതിൻ്റെ താഴെ ഭാഗം ഇതുപോലെ ക്ലിയർ ആയതുകൊണ്ട് നമുക്ക് അതിലെന്താണുള്ളത് കഴിയാറായോ എന്നൊക്കെ നമുക്ക് ലിഡ് തുറക്കാതെ തന്നെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു കളറാണ്. ഇതിൻ്റെ പല കളറും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അത് ഞാനിപ്പോൾ ഇതിൽ ചെറുപയർ, പരിപ്പ് അങ്ങനെയുള്ളതൊക്കെയാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ആ സമയം കൊണ്ട് നമ്മുടെ സേമിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്തിട്ട് അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ പോട്ടുകളിലൊക്കെ കുക്ക് ചെയ്യാനൊക്കെ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ തന്നെ നമുക്ക് ടേബിളിലേക്ക് വെച്ചിട്ട് സെർവ് ചെയ്യാനും പറ്റിയിട്ടുള്ള നല്ല അടിപൊളി പോട്ട് തന്നെയാണ്. അടുത്തതൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കൗണ്ടർ ടോപ്പ് ചോപ്പിംഗ് ബോർഡാണ്. ഫുഡ് ഗ്രേഡ് സേഫ് മെറ്റീരിയൽ ആണ്. ഇതുപോലെ ഒരു ബീഡിങ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ സ്ലിപ്പ് ആവുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ചപ്പാത്തിക്ക് പൂരിക്കൊക്കെ മാവ് കുഴക്കാനൊക്കെ നല്ല ഒരു ചോപ്പിംഗ് ബോർഡാണ്.
അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് കൊണ്ട് തന്നെ നമ്മളിതുപോലെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ഓരോ സൈഡിലേക്ക് എല്ലാ കാര്യങ്ങളും നീക്കി. ഇപ്പോൾ ഇത് ഞാൻ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇതേപോലെ ഒരു സൈഡിലേക്ക് നീക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്ലേറ്റോ ബൗളോ ഒന്നും ആവശ്യമില്ല. കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ കട്ട് ചെയ്ത സമയത്തുള്ള സ്റ്റെയിനോ സ്ക്രാച്ചോ ഒട്ടിപ്പിടിക്കലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ക്ലീൻ ചെയ്യാനും നല്ല ഈസിയാണ്. അടുത്തത് ഗ്രൂവോ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് ആണ്. സെറ്റ് ഓഫ് 4 ആയിട്ടാണ് കേട്ടോ വരുന്നത്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് ഫുഡ് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കുറേ നേരം ഇരുന്നോളൂ കേട്ടോ. ഇത് ഞാനിപ്പോൾ ഫ്രൈഡ് റൈസിന് കട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാം എടുത്ത് ഇതേപോലെ കണ്ടെയ്നേഴ്സിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ മീൽ പ്രിപ്പിനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ആണ്. മൈക്രോവേവ് സേഫ് ആണ്, ഫ്രിഡ്ജ് സേഫ് ആണ്, അതുപോലെ ഫ്രീസറിലേക്ക് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കണ്ടെയ്നർ തന്നെയാണ്. സ്റ്റാക്കബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ നല്ല ഈസിയാണ് കേട്ടോ. പ്രീമിയം ഹൈ ക്വാളിറ്റി ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ് വരുന്നത്. ടോക്സിൻ ഫ്രീ ആണ്, ഫുഡ് സേഫ് ആണ്, നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡാണ് കേട്ടോ വരുന്നത്. 520 ml ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇതിപ്പോൾ ഗ്രീൻ കളറിലാണ് വന്നിട്ടുള്ളത്. 2-3 കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ മീൽ പ്രിപ്പൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഓരോന്നെടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമൻറ്റായിട്ടും കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.